നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ സാധാരണ ജനപ്രതിനിധികളുടെ അടുത്ത് സഹായത്തിനായി നമ്മൾ സമീപിക്കാറുണ്ട്. അത് വ്യക്തിപരമായ പ്രശ്നം, അതല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം, അയൽത്തർക്കം, അതുപോലെ വീടിൻ്റെ ഒരു ജപ്തി നടപടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാദേശിക ജനപ്രതിനിധികളുടെ അടുത്ത് സഹായം തേടും. അതല്ലെങ്കിൽ MLA-യുടെ, MP-യുടെ, ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ മന്ത്രിയുടെ അടുത്ത് പോലെയും പോയി സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ, അതായത് സാധിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ ജനപ്രതിനിധികൾ സഹായം നൽകും. ഇനി അതല്ല, സഹായിക്കാൻ ഇടപെടാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിലോ? ഇത്തരമൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം എറണാകുളം MP ഹൈബി ഈഡൻ്റെ മുന്നിലെത്തി. ഒരു ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ്. പരാതിക്കാരൻ ഹൈബി ഈഡൻ്റെ മുൻ സഹപാഠിയാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും ഈ ബാങ്കിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു ഈ യുവാവിൻ്റെ ആവശ്യം. ഹൈബി ഈഡൻ ഈ ബാങ്കിൻ്റെ പ്രതിനിധികളെ, ബാങ്ക് അധികൃതരെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ ഇത് കോടതിയുടെ ഉത്തരവുണ്ട്, ഇടപെടാൻ കഴിയാത്ത സാഹചര്യമായി. അങ്ങനെ ഈ യുവാവിന്, ഈ ചെറുപ്പക്കാരന് മറ്റാരോടുമല്ല പക തോന്നിയത്. തൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നതിൻ്റെ പേരിൽ ഹൈബി ഈഡൻ MP-യോട് കടുത്ത പകയായി, വലിയ വിരോധമായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഹൈബി ഈഡൻ MP-യുടെ വീട്ടിൽ ഈ യുവാവ് കയറി അതിക്രമം നടത്തുന്നു. വീട്ടുവളക്കിൽ അതിക്രമിച്ച് കയറി സാധന സാമഗ്രികൾ അടിച്ചു തകർത്തു. തൃപ്പൂണിത്തുറ സ്വദേശി അലസ് ചാക്കോയാണ് ഈ രീതിയിലൊരു പരാക്രമം കാട്ടിയത്. പിന്നീട് MP-യുടെ പരാതിയിൽ ഈ യുവാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആക്രമണത്തിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അലക്സ് കൊലപാതക ഭീഷണിയും മുഴക്കിയിരുന്നു. വീടിൻ്റെ ജപ്തി നടപടികൾ MP തടയണമെന്ന ആവശ്യം നിരസിച്ചതോടെ, അതല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ന ആക്ഷേപത്തിലാണ് യുവാവ് പരാക്രമം കാട്ടിയത്. എന്തായാലും ഇപ്പോൾ കേസും മറ്റ് നിയമ നടപടിയും ആയിരിക്കുകയാണ്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, ഇതുപോലുള്ളൊരു അസാധാരണമായൊരു സംഭവമാണിത്. കാരണം നമുക്കറിയാം, ചില വ്യക്തിപരമായ ആവശ്യങ്ങളും അല്ലെങ്കിൽ ചില സഹായ അഭ്യർത്ഥനയുമൊക്കെയായി നമ്മൾ ജനപ്രതിനിധികളുടെ അടുത്ത് ചെല്ലാറുണ്ട്. ചിലർ ജോലി ആവശ്യവുമായി ചെല്ലും. സാധിക്കുന്ന കാര്യമാണെങ്കിൽ ചെയ്തു തരും. അതല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ, ഇടപെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവരോട്, ഈ ജനപ്രതിനിധികളോട്, അത് പഞ്ചായത്ത് മെമ്പർ മുതൽ ഏറ്റവും മുകൾ തട്ടിലുള്ള MP അല്ലെങ്കിൽ മന്ത്രിമാരോടൊക്കെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവരോട് പിന്നെ രാഷ്ട്രീയപരമായ വിരോധവും വ്യക്തിപരമായ വിരോധവും തോന്നാം. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതല്പം കടന്ന കൈയായി പോയില്ലേ? ഇപ്പോൾ ഈ അലക്സിനെതിരെ, ആക്രമണം നടത്തിയ അലക്സിനെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്? ടോം, അലക്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അലക്സ് ഹൈബി ഈഡൻ MP-യുടെ വീട്ടിലേക്ക് വരികയും വീട്ടിന് മുന്നിലുണ്ടായിരുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് ചെടിച്ചട്ടികൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി 12:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതെല്ലാം നശിപ്പിച്ചതിന് ശേഷം അതിന്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തി കൺട്രോൾ റൂമിൽ, പോലീസ് കൺട്രോൾ റൂമിൽ തന്നെ അലക്സ് വീഡിയോയും ഒപ്പം വിളിച്ചറിയിക്കുകയായിരുന്നു. വീഡിയോ അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട്. താൻ ഹൈബി ഈഡൻ MP-യുടെ വീട് ആക്രമിച്ചിരിക്കുകയാണ്, ഹൈബി ഈഡനെ കൊലപ്പെടുത്തും എന്നുള്ളൊരു ഭീഷണി സന്ദേശം കൂടി പോലീസിന് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പോലീസ് വന്നില്ല എന്നുള്ളൊരു പരാതി ഹൈബി ഈഡന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു. പുലർച്ചെ രാവിലെ ഇവർ വീട് നോക്കിയപ്പോഴാണ് വീടിന് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ കണ്ടത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് പ്രീ ഡിഗ്രിക്ക് ഹൈബി ഈഡനൊപ്പം തന്നെ പഠിച്ച അലക്സാണ് ഈ പ്രതി എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അലക്സിനെ പോലീസ് പിടികൂടുകയും ചെയ്തു, അറസ്റ്റും രേഖപ്പെടുത്തി. അലക്സ് എന്ന് പറയുന്നത് തന്റെ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട ഹൈബി ഈഡൻ MP-യെ സമീപിക്കുകയും ഹൈബി ഈഡൻ ഈ ജപ്തി നടപടികൾ ഒഴിവാക്കി തന്നില്ല, അതായത് വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈബി ഈഡൻ MP ഇടപെട്ടിട്ടില്ല എന്നാണ് അലക്സ് പറയുന്നത്. പക്ഷേ MP പറയുന്നത് തന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇതിനൊരു കുറച്ചുകൂടി സമയം അലക്സിന് നൽകണം, ഈ അടവ് തീർക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം നൽകണമെന്നൊക്കെ അലക്സിനോട് പറഞ്ഞിരുന്നു. അതിനുള്ളൊരു കാലതാമസം ഹൈബി ഈഡൻ MP എന്ന നിലയിൽ വാങ്ങി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടും അലക്സ് പണം അടയ്ക്കാത്തത് കൊണ്ടാണ് അവർ ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു എന്നാണ് ഹൈബി ഈഡൻ പറയുന്നത്. പക്ഷേ അലക്സിന് അത് വിശ്വാസം വന്നില്ല. ഹൈബി MP ആയിട്ടും തന്റെ സുഹൃത്തായിട്ടുള്ള നിലയിൽ നിന്നിട്ട് പോലും തന്റെ സുഹൃത്തായിട്ടും തനിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തില്ല എന്നാണ് അലക്സ് പറയുന്നത്. അതുകൊണ്ടാണ്
ഹൈബീഡിന്റെ വീട്ടിന് മുന്നിൽ ഇത്രയും വലിയൊരു അതിക്രമം നടത്താൻ ഈ അലക്സിനെ പ്രേരിപ്പിച്ചത്. ഈ രാത്രി 3 മണിയോടുകൂടി, അത് ശബ്ദം കേട്ടതോടുകൂടി ഹൈബീഡനും ഭാര്യയും ടോർച്ചടിച്ച് ജനൽ വഴി പുറത്തേക്ക് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. ഒരു വാഹനം, ഒരു കാറ് റിവേഴ്സ് എടുത്ത് പോകുന്നത് മാത്രമായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്ന് അവർ കരുതിയതുമില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് മുറ്റത്ത് ചെടിച്ചട്ടികളെല്ലാം തന്നെ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം പോലീസ് കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുത്ത ദൃശ്യങ്ങൾ ഇതെല്ലാം നശിപ്പിക്കുകയും ഹൈബീഡിന്റെ വീട്ടിന് മുന്നിലുള്ള ചിത്രമടക്കം എടുത്തുകൊണ്ടാണ്, സെൽഫി വരെ എടുത്താണ് പോലീസ് കൺട്രോൾ റൂമിന് അയച്ചു കൊടുത്തത്. പക്ഷേ രാത്രി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി ഹൈബീഡിന്റെ ഭാര്യ അന്ന ഇടനും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ സുഹൃത്തും കൂടി ആയതിനാൽ ഹൈബീഡൻ മറ്റ് നടപടികൾക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെ വീട് അതിക്രമിച്ചു എന്നുള്ളൊരു പരാതി മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിയെ അലക്സിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹൈബീഡന്റെ ഭാര്യ പറയുന്നത് പോലെ പോലീസ് രാത്രി സമയത്തിൽ ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ UDF സർക്കാരാണ് ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നേതാവാണ്. ആ ആഭ്യന്തര വകുപ്പിനെതിരെ കൂടിയുള്ള ഒരു ആക്ഷേപമല്ലേ? കാരണം ഇത്തരം ഒരു സംഭവം ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അടങ്ങുന്നൊരു വീട്ടിൽ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി വീട്ടിൽ സംഭവിച്ചാൽ, അത് പോലീസ് ഉടനടി എത്തിയില്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച തന്നെയല്ലേ ഉണ്ടായത്? അതേട്ടോ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്മേൽ ഇപ്പോൾ ഹൈബീഡൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാതിയോ അല്ലെങ്കിൽ വിശദീകരണമോ ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്നാലും നിലവിൽ MP ആ വിഷയത്തിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷെ ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടും പോലീസ് ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നാലും പോലീസ് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതും ദൃശ്യങ്ങളടക്കം ഈ ഹൈബീഡന്റെ വീട്ടിൽ അതിക്രമം നടത്തി, ഒപ്പം ഹൈബീഡിനെ കൊലപ്പെടുത്തുമെന്ന സന്ദേശം ഉൾപ്പെടെ പ്രതി പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചിട്ടും അത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അത് വന്ന് MP-നെ വിളിച്ചറിയിക്കുകയോ ഒന്നും ചെയ്യാത്തത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇവിടെ. ഈ പ്രതി ഈ ഹൈബീഡൻ MP-ക്കും ഭാര്യയ്ക്കും സന്ദേശവും അയച്ചിട്ടുണ്ട്. മൊബൈൽ സന്ദേശം, കൊലപ്പെടുത്തും, അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ മുന്നിലുള്ള ഇതെല്ലാം നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഫോണിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് രാവിലെയാണ് ഇവർ കാണുകയും ചെയ്തിരുന്നത്. ഒപ്പം ഹൈബീഡൻ പറയുന്നത് പലപ്പോഴും തന്നെ ഇത്തരത്തിൽ ഓരോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വർഗീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു അലക്സ് എന്ന കാര്യം കൂടി പോലീസിന് നൽകിയ മൊഴിയിൽ ഹൈബീഡൻ MP അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഹൈബീഡൻ MP-യുടെ സുഹൃത്താണ്, പ്രീ ഡിഗ്രിക്ക് ഇവർ ഒന്നിച്ച് പഠിച്ചതാണ്. വേണ്ട രീതിയിലുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്തു. ഒരു MP എന്ന നിലയിൽ കാര്യക്ഷമമായി ഇടപെടാമായിരുന്നു. എന്തുകൊണ്ടാണ് ഹൈബിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാതെ പോയത്? ടോം, ഇവിടെ MP ഇടപെട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ബാങ്കുമായി ബന്ധപ്പെടുകയും ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഒരു താമസം കുറച്ചുകൂടി സമയം നീട്ടി നൽകണമെന്നൊക്കെ ബാങ്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ കോടതിയുടെ ഉത്തരവ് വരെ ഉള്ള സാഹചര്യത്തിൽ MP-ക്ക് ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹൈബീഡൻ MP ഈ സുഹൃത്തിനെ സഹായിച്ചത്. പക്ഷേ അത് ആ സുഹൃത്തിന് മനസ്സിലാകാത്ത രീതിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ MP എന്ന നിലയിൽ ആ ജപ്തി ഒഴിവാക്കി കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായി പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിനെതിരെ പോലും MP-യും MP-യുടെ കുടുംബവും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായും ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് ഇടപെട്ടില്ല, പോലീസ് പരാതി നൽകിയിട്ടും പോലീസ് വന്നില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയേക്കും. കാരണം ജനപ്രതിനിധിക്കെതിരെയും കുടുംബത്തിനെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, വീട്ടിൽ കയറിയും പരാക്രമം കാണിക്കുന്നു. സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ ചുമത്തിയേക്കുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.